ഹലോ ഗായ്സ്, ഞങ്ങളെന്നാൽ ഇന്ന് വൈകുന്നേരം ഒരു ഈവനിങ് വോക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഓർത്തുതന്നെ പെട്ടെന്ന് കുട്ടൂസിനെയും കൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. എന്നാൽ വണ്ടിയായിട്ട് അവനെ കുറച്ച് ഒരു ഏരിയയിൽ 2 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ ഒരു ഏരിയയിൽ അവനെ ഇങ്ങനെ കൊണ്ടുപോയി അവനെ ചുമ്മാ ഒന്ന് നടത്തിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവനൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവനുമായിട്ട് പോയതാണ്. അപ്പോൾ അവനവിടെ ചെന്നപ്പം തൊട്ട് ഭയങ്കര വെപ്രാളവും കാര്യങ്ങളും ഓടി നടക്കുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിലെന്തോന്നോ നമ്മൾ അവനെ കൊണ്ട് കളയാൻ പോയതാണോ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ, കുറച്ച് വളർത്തി കഴിയുമ്പം കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയി അങ്ങ് കളയുക. അതൊക്കെ ഓർക്കുമ്പം തന്നെ എനിക്ക് സങ്കടമാണ്. എനിക്ക് അങ്ങനെ കാണുന്ന വീഡിയോ പോലും എനിക്ക് കാണുന്നത് സങ്കടമാണ്. ഞാൻ അവനെ അങ്ങനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് ആ വിഷമമോ പെട്ടെന്ന് തന്നെ ആ വിഷമം എന്നെ ഹോണ്ട് ചെയ്യും. പക്ഷെ ഞാൻ അവനെ എന്നിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടുപോയി നടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞങ്ങ് ഭയങ്കര അണപ്പ് പോലെ. അപ്പോൾ അവന് വെള്ളം ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കൂടെ വർത്തമാനം പറയാൻ വേണ്ടി ആരും ഇല്ലാത്ത ഏരിയയിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. എന്താണേലും കൊള്ളാം. ഞാൻ ചെന്ന് ചോദിച്ചു, മോളെ ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു. ആദ്യമേ ആ കൊച്ചു പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്തോ അതിന് തോന്നി, എന്നാൽ തരാം ഇച്ചിരി ഉള്ളെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുട്ടൂസിന് കൊടുക്കാൻ. പട്ടിക്ക് കൊടുക്കാനോ? അയ്യോ അതെന്നെ അങ്ങനെ പറയുന്നത്, പട്ടീന്ന് ഞങ്ങളുടെ കുട്ടൂസിനകത്തെന്ന് പറഞ്ഞോണ്ട് ശ്രേയ പറഞ്ഞു, അമ്മേ അവർക്ക് അവൻ വെറും പട്ടിയായിരിക്കും, നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയല്ലേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞങ്ങളൊരു ഡിസ്റ്റർബ് ആയതുകൊണ്ട് അവരവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറി അങ്ങ് പോയി നിന്ന്. ഞങ്ങളവിടെ നിന്ന് വീഡിയോയും ഒക്കെ എടുത്ത് കുട്ടൂസിനെയും കൊണ്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനങ്ങ് ദാഹിക്കുന്നു. എനിക്കങ്ങ് വിഷമം തോന്നി. അവിടെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇവനെ കൊണ്ട് വീട്ടിൽ വിട്ടേക്ക്, നമുക്ക് അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു തട്ടുകടയുണ്ട്, അവിടെ പോയി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനവിടെ നോക്കി വാലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഗൈസ് കണ്ടോ, അവനവിടെ ഞങ്ങളെ നോക്കിയിരിക്കുക. അപ്പോൾ അവന് എപ്പോഴും വീടിനകത്ത് തന്നെ ഇരിക്കുന്നത് തന്നെയായിരുന്നു സുരക്ഷിതമെന്നും എനിക്ക് മനസ്സിലായി. അവനും അതാ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ ബൈ.